ചോരപ്പുഴകൾക്കിടയിൽ കുഞ്ഞാനകൾ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചോപ്പൻ കുന്നിന്റെ താഴെയാണ് അമ്മുവിന്റെയും ഐഷുവിന്റെയും വീട്. ചോരപ്പുഴകൾ നിറഞ്ഞത് കൊണ്ടാണത്ര ആ കുന്നിന് ചോപ്പൻ കുന്ന് എന്ന് പേര് വന്നത്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുത്തശ്ശിമാവും പച്ച പരവതാനി വിരിച്ച പുൽമേടും പാറി രസിക്കുന്ന പൂമ്പാറ്റകളും ചോപ്പൻ കുന്നിനെ മനോഹരമാക്കുന്നു. ചോപ്പൻ കുന്നിൽ നിന്ന് അമ്മുവിന്റെയും ഐഷുവിന്റെയും വീടിനരികിലൂടെ ഒഴുകുന്ന നീർച്ചാലിന്റെ കളകളാരം കേൾക്കാൻ എന്തു രസമാണെന്നറിയുമോ? സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കുന്ന അമ്മുവും ഐഷുവും ഉറ്റ ചങ്ങാതിമാരാണ്. സ്കൂളിൽ പോകുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ഒരുമിച്ച് തന്നെയാണ്. അമ്മുവും ഐഷുവും കൂട്ടുകാരും ഒരു സമയം കിട്ടുമ്പോഴെല്ലാം ചോപ്പൻ കുന്നിലായിരിക്കും. കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അവരുടെ സ്കൂളും അങ്ങാടിയും ചീറിപ്പാന് പോകുന്ന വാഹനങ്ങളും ഒക്കെ കാണാം. അതിനുവേണ്ടി അവർ അവിടെ പോയിരിക്കും. പൂക്കളോടും പൂമ്പാറ്റകളോടും കിന്നാരം പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ആർത്തുല്ലസിച്ച് കളിച്ച് രസിച്ച് നടക്കും. പതിവ് പോലെ അമ്മുവും ഐഷുവും കൂട്ടുകാരും കളിക്കാൻ വേണ്ടി ചോപ്പൻ കുന്നിലേക്ക് ഓടി കയറാൻ തുടങ്ങി. ചോപ്പൻ കുന്നിന്റെ കാഴ്ച കണ്ടവർ ഞെട്ടിത്തരിച്ചു നിന്ന് പോയി. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മുത്തശ്ശിമാവിനെ മറ്റു മരങ്ങളിൽ അതിക്രൂരമായ തുണ്ടം തുണ്ടമാക്കി മുറിച്ചിട്ടിരിക്കുന്നു. കുന്നിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് കാത് പിടിപ്പിക്കുന്ന യന്ത്രത്തിന്റെ അലമുറ കേൾക്കുന്നുണ്ട്. അമ്മുവും ഐഷുവും അങ്ങോട്ടോടി. അവിടെ കണ്ട കാഴ്ച കണ്ടവർ ഞെട്ടിത്തരിച്ചു നിന്ന് പോയി. ഹമ്പമ്പോ, ഇത് എന്തൊരു യന്ത്രം! കൂർത്ത പല്ലുകൾ 4 പാറക്കല്ലും മരവും പൊടി പൊടിയാക്കുന്ന ചെകുത്താൻ യന്ത്രം. ചോപ്പൻ കുന്നിനെ നശിപ്പിക്കാൻ വന്ന ഈ ചെകുത്താൻ യന്ത്രത്തോട് കുട്ടികൾ ചോദിച്ചു, മണ്ണുമാന്തിയന്ത്രമേ, മണ്ണുമാന്തിയന്ത്രമേ, നീ എന്തിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിമാവിനെ മറ്റു മരങ്ങളെയും അതിക്രൂരമായ തുണ്ടം തുണ്ടമാക്കി മുറിച്ചിട്ടിരിക്കുന്നു? അത് കേട്ട മണ്ണുമാന്തിയന്ത്രം ആഹ്ലാദിച്ച് ചിരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ മുത്തശ്ശിമാവിനെ മാത്രമല്ല ഈ കുന്ന് മുഴുവൻ ഇടിച്ചു തകർക്കാൻ പോവുകയാണ്. ഇല്ല, ഞങ്ങൾ സമ്മതിക്കുകയില്ല. ചോപ്പൻ കുന്നിനെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കുട്ടികൾ വിരുമ്പി കരയാൻ തുടങ്ങി. മാറി നിൽക്കി പീക്കിരി കുട്ടികളെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാന്തിയെടുക്കും. മണ്ണുമാന്തിയന്ത്രം തന്റെ കൂർത്ത പല്ലുകളുള്ള തുമ്പിക്കൈ ഉയർത്തി അഹങ്കാരത്തോടെ ആക്രോശിച്ചു. നിസ്സഹാരായി അമ്മുവും ഐഷുവും വീട്ടിലോട്ട് മടങ്ങി. പെട്ടെന്ന് മാനം കറുത്തിരുണ്ടു. കാറ്റു വീശാൻ തുടങ്ങി. ഇടിയും മിന്നലും മഴയും ആരംഭിച്ചു. മരങ്ങളില്ലാത്തൊന്ന് മഴവെള്ളത്തിൽ തടയാതെ ചോപ്പൻ കുന്ന് വിറക്കാൻ തുടങ്ങി. തന്നെ നശിപ്പിക്കാമെന്ന് ആ ചെകുത്താൻ യന്ത്രം കറക്കിയെറിഞ്ഞു. ഒപ്പം നമ്മുടെ പാവം അമ്മുവിന്റെയും ഐഷുവിന്റെയും വീടും നഷ്ടമായി. പ്രിയ കൂട്ടുകാരെ, മണ്ണും മലയും കാടും പുഴയും മരവും എല്ലാം പ്രകൃതിയുടെ മക്കളാണ്. ആ മക്കളെ നശിപ്പിച്ചാൽ നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന് ഈ കഥയുടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു നല്ല നാളേക്കായി തൈകൾ നട്ടും മരവും മലയും സംരക്ഷിച്ചും ഉറ്റ മനസ്സോടെ കൈകോർത്ത് മുന്നേറാം. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.